മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒന്നല്ലെങ്കിൽ മറ്റൊരു നഷ്ടത്തിൻ്റെ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ വഞ്ചികളാണ് ഓരോ മനുഷ്യരും. തിരികെ ചെന്നണയാൻ ഒരു കടവോ കടവത്ത് ഒരു റാന്തൽ വെളിച്ചമോ ഉണ്ടാവില്ല. അത് തിരിച്ചറിയുന്നിടത്താണ് ഇരുളിന് ചിറകു മുളച്ചു തുടങ്ങുന്നത്. ചിലർക്ക് അത് ജീവിതമാണ്, മറ്റു ചിലർക്ക് അതിജീവനമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ നിർമ്മിക്കാൻ മറ്റാരെങ്കിലും നിങ്ങളെ നിയമിക്കും. ഭക്തരെ, സ്നേഹമുള്ളവരോടെ നിങ്ങൾ പരിഭവം പറയാറുള്ളൂ, പിണങ്ങാറുള്ളൂ, ദേഷ്യപ്പെടാറുള്ളൂ, മൗനം കൊണ്ട് വേദനിപ്പിക്കാറുള്ളൂ. പക്ഷേ അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയണം എന്ന് മാത്രം. കണ്ണിൽ തുടങ്ങി കണ്ണുനീരിൽ അവസാനിക്കുന്നതല്ല സ്നേഹം. മനസ്സിൽ തുടങ്ങി മരണം വരെയും നിലനിൽക്കുന്നതാണ് സ്നേഹം. ഭക്തരെ, അലസത ലക്ഷ്യത്തെ കൊല്ലുന്നു, അസൂയ സമാധാനത്തെ കൊല്ലുന്നു, കോപം അറിവിനെ കൊല്ലുന്നു, ഭയം സ്വപ്നങ്ങളെ കൊല്ലുന്നു. നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരികെ വന്നു ചേരും. നിങ്ങൾക്കുള്ളതല്ല എങ്കിൽ അരികിലാണെങ്കിലും അകന്നു പോകും. ഭക്തരെ, ദേഷ്യം ബന്ധങ്ങളെ തകർക്കുകയും സമാധാനം ബന്ധങ്ങളെ വളർത്തുകയും ചെയ്യും. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫലം നിരാശ മാത്രമായിരിക്കും. ഭക്തരെ, ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും ആ കുറവുകളെല്ലാം ഇല്ലാതാക്കുന്നു. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അവിടെ നിങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുക. അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തുറ്റവരാക്കും. കുറ്റപ്പെടുത്തലുകൾ നിങ്ങളെ ശക്തരാക്കും. ഒരാൾ ചെയ്ത ദ്രോഹവും കൊടുത്ത മതിപ്പും ചെയ്ത ദാനവും നിങ്ങൾ ചെയ്തതിനേക്കാൾ ഭംഗിയായി നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. അർഹതയില്ലാത്ത മനുഷ്യർക്കു വേണ്ടി ചെലവഴിച്ച സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ഭക്തരെ, മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. നിങ്ങളുടെ ചിന്തയുടെ വ്യാപ്തി വലുതാണെങ്കിൽ ആകാശം പോലും നിങ്ങൾക്ക് ചെറുതായി തോന്നും. ഭക്തരെ, തള്ളിപ്പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും തിരികെ വിളിക്കുന്ന ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കുക. പരസ്പരം പരിഗണിക്കുന്നതിലൂടെയാണ് ഓരോ ബന്ധവും മനോഹരമാവുന്നത്. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ഭക്തരെ, നിങ്ങൾ എന്തു ചെയ്യണമെന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. ഭക്തരെ, എത്ര വിട്ടുവീഴ്ചകൾ ചെയ്താലും അകലാനുള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായി ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. ഭക്തരെ, കാലത്തിന് മറയ്ക്കാൻ പറ്റാത്ത സത്യമാണ് സ്നേഹം. പക്ഷേ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ മൂർച്ചയുള്ള ആയുധവും സ്നേഹമാണ്. ഓരോ അവഗണനയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. വിജയത്തെ ഒരിക്കലും തലയിൽ കയറാൻ അനുവദിക്കരുത്. പരാജയത്തെ ഒരിക്കലും ഹൃദയത്തിൽ കയറാനും അനുവദിക്കരുത്. ഭക്തരെ, കൂടെയുണ്ടെന്ന വാക്കിലല്ല, കൂടെയുണ്ടെന്ന പ്രവൃത്തിയിലും വിശ്വാസത്തിലുമാണ് ഏതൊരാൾക്കും മറ്റൊരാൾ പ്രിയപ്പെട്ടവരാകുന്നത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.